ഇന്ന് വീണ്ടും ഒരു വണ്ടിയും കൂടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു അറിയാവുന്നൊരു കസ്റ്റമറാണ്. ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. ഞാൻ പലരോടും ഇവിടെ ബഹ്റിനിൽ വരുമ്പം വണ്ടി ചെക്ക് ചെയ്യാൻ വരുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ വേണ്ടി വിളിക്കുമ്പോൾ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതോടൊക്കെ ഞാൻ പറയാറുണ്ട്, ബഹ്റിനിൽ നിങ്ങൾക്ക് നല്ലൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു 80% വണ്ടികളും എന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ച് വെച്ചിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതായിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. കൂളൻ്റ് ചെറുതായിട്ട് കുറയുന്നു, അതേപോലെ കുറച്ച് ഓയിൽ ലീക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന വണ്ടിയാണിത്. നമ്മൾ വണ്ടി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ഇതിന് മുമ്പ് ഓവർ ഹീറ്റായിട്ട് ഹെഡ് ഗ്യാസ്കറ്റ് മാറ്റിയതാണ്. ഇട്ടിരിക്കുന്ന ഹെഡ് ഗ്യാസ്കറ്റും ലോക്കലാണ്, പേപ്പർ ഗ്യാസ്കറ്റാണ് ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല മാറേണ്ടതായിട്ടുള്ള ഒരു സീലും അവർ മാറിയിട്ടില്ല. വാൾ കവർ ഗ്യാസ്കറ്റൊക്കെ കണ്ടല്ലോ, തൊടുമ്പം തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ മെനിഫോൾഡ് ഗ്യാസ്കറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ മാറിയിട്ടില്ല. എല്ലാം സിലിക്കോൺ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടാൽ തോന്നും സിലിക്കോണൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, അതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ റെസണേറ്റർ പൈപ്പൊക്കെ ഉണ്ടല്ലോ, അതും സിലിക്കോണൊക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓയിൽ ലീക്ക് ഈ ഒരു വാൾ കവറിൻ്റെ ഏരിയയിൽ നിന്നായിരുന്നു. നല്ല രീതിയിൽ അത്യാവശ്യം ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ഈ കാണുന്ന ക്രാങ്ക് ഓയിൽ സീലും ലീക്ക് ഉണ്ടായിരുന്നു. കൂളൻ ലീക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു പ്രഷർ റിസർവോയർ ടാങ്കിൻ്റെ അടിയിൽ നിന്നായിരുന്നു. ചെറുതായിട്ടൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്രാക്ക് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനു മുമ്പ് വണ്ടി ഓവർ ഹീറ്റ് ആയിട്ടുണ്ടാവുക. ചെയ്ത വർക്ക്ഷോപ്പുകാരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കി വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും ആ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടാവുക. ഇപ്പം നമ്മുടെ അടുത്ത് ഈ ഒരു ടൈപ്പ് വർക്കിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലേബർ ചാർജ് പറയും. ലേബർ ചാർജും ഈ പാർട്സിൻ്റെ റേറ്റും എല്ലാം കൂടെ കൂടിയിട്ട് പറയുമ്പോൾ അതിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. പക്ഷേ പുറത്ത് ബംഗാളികളുടെ അടുത്തോ പാകിസ്ഥാനികളുടെ അടുത്തോ ഇനിയിപ്പം വേറെ ഏതെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ചെറിയ പൈസയ്ക്ക്, ഏറ്റവും ചെറിയ പൈസയ്ക്ക് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം പറ്റുന്ന മിസ്റ്റേക്കാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മെനിഫോൾഡ് ഗ്യാസ്കറ്റ്, അതേപോലെ വാൾ കവർ ഗ്യാസ്കറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒറിജിനൽ മേടിച്ച് അല്ലെങ്കിൽ പുതിയത് മേടിച്ച് ചെയ്യുമ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഉടായ്പകളൊക്കെ ചെയ്ത് വെക്കണത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ ബഹ്റിനിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവർ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും, ഇപ്പം ലോക്കലിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി സെയിൽ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതേപോലെ ഷോറൂമുകളുണ്ട്. എവിടെ നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എമൗണ്ടൊക്കെ കയ്യിൽ നിന്ന് പോകും. മാത്രമല്ല മാനസിക വിഷമം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. എന്നെ ഒത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കുമ്പോൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ബഹ്റിനിൽ നിങ്ങൾക്ക് നല്ല വണ്ടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കിട്ടും, പക്ഷേ കുറച്ച് തപ്പി നടക്കേണ്ടി വരും.